അമേരിക്കയിൽ ഒരു വീട് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭയം എന്തായിരിക്കും എന്ന് ഊഹിക്കാലോ? തീർച്ചയായിട്ടും ഹൗസിംഗ് ലോൺ അടച്ചു തീർക്കണമല്ലോ എന്നുള്ളതാണ്. ഇത് കൂടാതെ നമ്മുടെ കൂടെ ഒരു ഹിഡൻ വില്ലനും കൂടി വരുന്നുണ്ട് കേട്ടോ. എച്ച് ഒ എ സൈലന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ബോസ് ആണ്. ഹോം ഓണേഴ്സ് അസോസിയേഷൻ ആണ് ഇതിന്റെ ഫുൾ ഫോം. അതായത് ഇവരാണ് തീരുമാനിക്കുന്നത് നമ്മുടെ വീട് മറ്റുള്ളവർ എങ്ങനെ കാണണമെന്ന്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ വീടിന്റെ മുൻവശത്ത് എങ്ങനെ ഇരിക്കണമെന്ന് ഇവരാണ് തീരുമാനിക്കുന്നത്. എത്രമാത്രം പുല്ല് വേണം, ചെടികൾ വേണം, മരങ്ങൾ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ പുല്ലിന്റെ നീളം വരെ അവർ പറഞ്ഞിട്ടുണ്ട്. 3 ഇഞ്ചിൽ കൂടുതൽ പറ്റില്ല. വീടിന്റെ മുൻവശത്ത് കളർ പെയിന്റുകൾ പറ്റില്ല. എച്ച് ഒയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടുള്ള നിറങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇന്ത്യക്കാർക്ക് ഒരു പൊതുവെ ഒരു സ്വഭാവമുണ്ട്. വിശേഷ അവസരങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ജമന്തി മാലകൾ ഡോറിന്റെ മുന്നിൽ, വാതിലിന്റെ മുന്നിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. അപ്പോൾ അതൊന്നും അനുവദനീയമല്ല. അപ്പോൾ അത് ഇന്ത്യക്കാരോടുള്ള വിവേചനമാണെന്ന് വിചാരിക്കും. നമ്മൾ കേരളീയർക്ക് ഇതൊന്നും പരിചയമില്ല അല്ലേ? പക്ഷെ ഇത് എല്ലായിടത്തും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഫൈൻ കിട്ടും. അപ്പോൾ ഇന്ത്യക്കാരോടുള്ള വിവേചനമല്ല. ക്രിസ്മസിന്റെ സമയത്ത്, ക്രിസ്മസ് കഴിഞ്ഞ് ഡിസംബർ കഴിഞ്ഞ് ജനുവരി വരെ അവർ ഓക്കെയാണ് ലൈറ്റ്സ് ഡെക്കറേഷൻസ് ഒക്കെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ നമുക്ക് ഫൈൻ കിട്ടും. അതുപോലെ തന്നെ എല്ലാ മാസവും എച്ച് ഒ എ ഫീസ് ഉണ്ട്. എച്ച് ഒ എ ഫീസ് വെച്ചിട്ടാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ മെയിൻ്റനൻസ്, അതുപോലെ നമ്മുടെ പാർക്ക് ഏരിയ ക്ലീനിങ്, ഓവറോൾ എല്ലാ മെയിൻ്റനൻസ് നടത്തുന്നത് എച്ച് ഒ എയുടെ ഫീസാണ്. അപ്പോൾ ഫ്രീ ലൈഫാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എച്ച് ഒ എ റൂൾസ് നന്നായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ വീട് വാങ്ങാൻ. അതേസമയം ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ എച്ച് ഒ എ റൂൾസ് നല്ല രീതിയിലുള്ള സ്ഥലത്ത് തന്നെ ആയിരിക്കണം താമസിക്കേണ്ടത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ വീട് മുറ്റത്താണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ, ചക്ക, മാങ്ങ, തേങ്ങ എല്ലാത്തിനും വേണ്ടി നമ്മൾ മാവും പ്ലാവും വാഴയൊക്കെ വീട് മുറ്റത്ത് നമ്മൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഈ റൂൾസ് അനുസരിച്ച് മാത്രമേ എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.